സഖാവ് VS അച്യുതാനന്ദന്റെ സന്തത സഹചാരിയായിരുന്ന, അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞിരുന്ന, അദ്ദേഹത്തിന്റെ മനസ്സിലാക്കിയിരുന്ന പ്രിയങ്കരനായ ശ്രീ സുരേഷ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമാണ്, നല്ല കമ്മ്യൂണിസ്റ്റ് ഇത്തവണ ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് ഈ കേരളത്തിലുടനീളം തെളിയിക്കപ്പെടുകയാണ്. അത് പയ്യന്നൂരാണെങ്കിലും ശരി, പാലക്കാടാണെങ്കിലും ശരി, CPM-ന്റെ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്ന നല്ല സഖാക്കളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു, ഭരണത്തിന്റെ സൗകര്യങ്ങൾ മാത്രം സ്നേഹിക്കുന്നവരായി മാറുന്നു. ലാൽ സലാം എന്നും മനസ്സറിഞ്ഞു പറയുന്നവന് പിന്തുണക്കാൻ കഴിയാത്ത ഭരണകൂടമാണ് പിണറായി വിജയന്റെ ഭരണകൂടവും. അത്തരത്തിലൊരു ഭരണകൂടമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു പാർട്ടിയാണ് ഗോവിന്ദമാഷ്ട പാർട്ടിയുമെന്ന് അവരുടെ ആളുകൾക്ക് തന്നെ തോന്നിത്തുടങ്ങിയതിന്റെ മാറ്റമാണ് കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ആളുകൾക്ക് തന്നെ തോന്നിത്തുടങ്ങിയതിന്റെ മാറ്റം. ധനരാജ് എന്ന് പറയുന്ന ധീരനായ രക്തസാക്ഷി, ആ രക്തസാക്ഷിയുടെ കുടുംബത്തിനൊരു സഹായം വേണമെന്ന് പാർട്ടി അഭ്യർത്ഥിച്ചപ്പോ അവരവന്റെ പ്രയാസങ്ങൾക്ക് അപ്പുറത്തേക്കും സഹായം നൽകാൻ തീരുമാനിച്ച ഒരു ജനത ആ സഹായം 1 കോടിയോളം രൂപയിലേക്ക് എത്തിച്ചപ്പോ അതിൽ ഒരു നയാ പൈസ മാറ്റിവെക്കാതെ അത് പൂർണ്ണമായി ആ കുടുംബത്തിന് കൊടുക്കുന്നതിന് പകരം കുടുംബത്തിനൊരു വിഹിതം കൊടുത്തിട്ട് ബാക്കി നേതാക്കന്മാർ വകമാറ്റുന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്കകത്തൊരു പരാതി വന്നു. ആ പരാതിയെ അതിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ച, അതിനെ ഓഡിറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച പാർട്ടിയിൽ 10, 30, 40 കൊല്ലക്കാലം പ്രവർത്തിച്ച സഖാവ് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, ഇതെന്റെ പാർട്ടി ചെയ്യേണ്ട ഒരു കാര്യമല്ല, തിരുത്തണം. പാർട്ടി തിരുത്തിയില്ല. അവസാനം ആൾക്ക് തുറന്നു പറയേണ്ടി വന്നു. നേതൃത്വത്തെ പ്രവർത്തകർ തിരുത്തണമെന്ന പുസ്തകം എഴുതേണ്ടി വന്നു. ആ തിരുത്തൽ നടപടിയാണ് ഇവിടെ നടക്കുന്നത്.